നമസ്തേ ഗുരുജി. നമസ്കാരം. ഇന്ന് എനിക്ക് കുറച്ച് സംശയമുള്ളത്, നമ്മുടെ ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യനായിട്ടുള്ള ശ്രീ ശങ്കരാചാര്യരെ കുറിച്ച് ഗുരുജിയിൽ നിന്ന് കേൾക്കാൻ കുറച്ച് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗുരുജി ഞങ്ങൾക്കത് പറഞ്ഞു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ശങ്കരാചാര്യരെ കുറിച്ച് നമ്മുടെ മലയാളി സമൂഹം കുറച്ചുകൂടെ അറിയാനുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട് ബുദ്ധനൊക്കെ എത്തിയൊരു സ്ഥലത്ത് അവിടെ എല്ലാം ആ ഒരു ബുദ്ധിസവും അവരുടെ ഒരു മാർഗവും എത്രത്തോളം വലുതായി. എന്നാൽ ശങ്കരൻ ജനിച്ച നാട്ടിൽ കേരളത്തില് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്നവർ പോലും ശങ്കരാചാര്യന്റെ മാർഗവും സാധ്യതയും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താ പറയുക, ശങ്കരാചാര്യരുടെ ഒരു കഴിവില്ലായ്മയോട് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ഗുരു ഒരു സാധ്യതയാണ്. ഒരു ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെത്തിയിരിക്കുന്ന തലത്തെ നമ്മൾ അനുഭവിച്ചിട്ട് എന്നാൽ നമ്മൾ അറിഞ്ഞതിനെ മറ്റുള്ളവർക്ക് ഒരു സേവ പോലെ ചെയ്ത് നമ്മളായിട്ടാണ് കൊണ്ടത്. പക്ഷെ നമ്മുടെ മലയാളി സമൂഹം എപ്പോഴും ഈ കാര്യത്തിൽ വളരെ പുറകിലോട്ടാണ്. എത്ര വലിയ അവതാരങ്ങൾ വന്നാലും അവരിതിനൊന്നും ഉപകരിക്കില്ല. അവര് എന്തോ ഒരു സാധാ രീതിയിൽ അതിനെ വിട്ട് കളയുന്നു. പക്ഷെ എസ്പെഷ്യലി ശങ്കരാചാര്യൻ്റെ, ഞാൻ ആന്ധ്രയിൽ നിൽക്കുന്ന സമയം അവരോട് കാലടിയിൽ എൻ്റെ അടുത്താന്ന് പറയുമ്പോൾ തന്നെ എത്ര വാല്യുവേട്ടാണെന്നറിയാം അവർ കാണുന്നത്. അവിടെ ആണല്ലേ ശങ്കരാചാര്യ ജന്മം. എത്രയോ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന സമർപ്പണം നമുക്ക് അറിയാൻ പറ്റുന്നു. എനിക്ക് തോന്നുന്നു കേരളം അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ശങ്കരാചാര്യൻ്റെ മഹിമ വളരെ വലുതാണ്. എസ്പെഷ്യലി കാഞ്ചിയിൽ കഴിഞ്ഞൊരു 10-15 ദിവസം ക്ഷേത്രമായി ബന്ധപ്പെടുത്തി മാത്രം ഞാൻ താമസിക്കുമ്പോൾ ശങ്കരാചാര്യനെ നോർത്ത് ഇന്ത്യയിൽ നിന്നും ആന്ധ്രയിൽ എത്രയോ ഡിവോട്ടീസ് ആണെന്നറിയാം അവിടത്തേക്ക് എത്തുന്നത്. ആ ശ്രീചക്ര പ്രതിഷ്ഠ, അതിൻ്റെ താന്ത്രിക മാർഗങ്ങളെന്നൊക്കെ തേടി നോക്കൂ. ശങ്കരാചാര്യർ ശരിക്കും ഒരടിസ്ഥാനത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഈ ഭാരതം എന്ന് പറയുന്ന ഇതിലടങ്ങിയിരിക്കുന്ന കുറേ ശക്തികളുണ്ട്. പലരും ചെയ്തുകൊണ്ടിരുന്ന പല വർഷിപ്പുകളും. ആ വർഷിപ്പിനെ എല്ലാം തന്നെ വരും തലമുറ അതിനെ കൂടുതലായിട്ട്, ഇന്ന് നമുക്കറിയാം ഒരു കാട്ടിൽ പോയിട്ട് എന്തായാലും ആർക്കും തപസ്സിരിക്കാനോ ഉപാസന ചെയ്യാനോ പറ്റില്ല. പലരുടെയും ആചാര രീതികളിൽ വരാൻ പോകുന്ന ഒരു വ്യത്യാസത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ഒരു ദക്ഷിണാചാര രീതിയിലേക്ക് ഇതിനെ മാറ്റുകയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ക്ഷേത്ര രീതിയും ആരാധനയുടെ ഒക്കെ ഒരു തുടക്കം തന്നെ ശങ്കരാചാര്യരാണ്. ഇത് രാമാനുചാര്യർ ചെയ്തു വന്നതിനൊരു ബാക്കിയാണ് ഇദ്ദേഹം ചെയ്തത് മുഴുവൻ. രാമാനുചാര്യന്റെ തുടക്കം. പക്ഷെ ശങ്കരനാണ് ഇതെല്ലാം പറയാറുണ്ടല്ലോ, ഒരാൾ തുടങ്ങിയ കാര്യം പൂർത്തീകരിച്ചത് അദ്ദേഹമാണ്. ശങ്കരാചാര്യർ ദക്ഷിണാചാരം കൊണ്ടുവരികയും ഒരു സമ്പ്രദായ രീതിയിൽ അതിനെ എത്തിക്കുകയും ചെയ്തു. എന്നാല് ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരെ പൊക്കിയടിച്ചു, ആന്ധ്രാക്കാരെയും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസിനെയൊക്കെ. എന്നാൽ പലരും കഥകളിൽ മാത്രം നിന്നുപോയി. കഥകളിൽ മാത്രം ശിവനെ കൈലാസത്തിലും കൊണ്ടുവന്ന് വെച്ചു, വിഷ്ണുവിനെ വൈകുണ്ഠത്തിലും കൊണ്ടുവന്ന് വെച്ചു, ശങ്കരനെ ഒരു എന്താ പറയുക വേറൊരു ശങ്കരാചാര്യ ഒരു കഥ പറഞ്ഞ പോലെ ഒരാളെയാക്കി തീർത്തു. ശങ്കരാചാര്യന്റെ സൃഷ്ടി വളരെ വലുതാണ്. അത് സൗന്ദര്യ ലഹരിയിലൂടെ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രീചക്ര രീതിയിലാണെങ്കിലും അതേപോലെ തന്നെയാണ് സന്യാസ പരമ്പര തുടങ്ങുന്നതിന്റെ മൂല കാരണമായത്. ഇന്നിപ്പോ ഗുരുജി ഒരാൾക്ക് സന്യാസം കൊടുത്താലും ശങ്കര പരമ്പരയെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കാറുണ്ട്. എന്നുവെച്ചാൽ അതിന്റെ അധികാരം അവർക്കാണ്. ശങ്കരാചാര്യർ തുടങ്ങിയ സന്യാസത്തെ ഇവിടെ ഒരു ഗുരുക്കന്മാർക്കും കൊടുക്കാൻ അവകാശമില്ല. എന്നുവെച്ചാൽ അതിനൊരു പരമ്പരയുണ്ട്. ഒരു ഗുരു പൂർണ്ണനാവുന്നത് അതൊരു ജന്മപുണ്യത്തിന്റെ സാധനം കൊണ്ടാണ്. പക്ഷെ ഒരു പരമ്പര ഇല്ലാതെ ഒരാൾക്ക് സന്യാസമില്ല. ഇതിന്റെ തുടക്കവും ഇതിന്റെ അടിസ്ഥാനവും എല്ലാം ശങ്കരനാണ്. ഒരാൾ സന്യാസം എടുത്തു കഴിഞ്ഞാൽ ശങ്കരൻ എപ്പോഴും ആ ചൈതന്യം. ഇന്ന് കാലടി ആവട്ടെ ശൃംഗേരി ആവട്ടെ എത്രയോ ശക്തമായ സ്ഥലമാണെന്നറിയാം. അത്രയും ശക്തമായ ശങ്കരാചാര്യന്റെ അമ്മയുടെ മഹാസമാധി പോലെയുള്ള സ്ഥലമാണ് ശൃംഗേരി മഠം. കാഞ്ചി മഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഞ്ചി പെരിയവർ, അദ്ദേഹത്തിന്റെ ഊർജം ഇന്നും എത്രത്തോളം സാധ്യത നിറഞ്ഞിരിക്കുന്നതാണ് ഓരോ സന്യാസിമാർക്കും അറിയാം. ഇതിൽ അർത്ഥമാക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ശങ്കരൻ എന്ന് വെച്ചാൽ ജ്ഞാനമൂർത്തിയാണ്.
ആരാണോ ദക്ഷിണാമൂർത്തി നമ്മൾ കാണുന്ന ആ ദക്ഷിണാമൂർത്തി പൂർണ്ണനായ ഒരു രൂപം. ഈ ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ അറിവ് പറഞ്ഞു തരുന്ന ഒരാളല്ല, അറിവിനെ നമ്മളിലേക്ക് പ്രാപിച്ച് നമ്മൾ അറിവായി തീരുന്ന ഒരു അവസ്ഥയാണ്. അറിവായി തീർന്നാൽ എന്താ, ഇത് ചിന്തകളിലും വാക്കിലും നിൽക്കില്ല, ഇത് ബോധത്തിൽ എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള മാർഗദർശനമാണ് ശങ്കരാചാര്യർ ഓരോ ക്ഷേത്രങ്ങളായിട്ടും അതിൻ്റെ ഓരോ സമ്പ്രദായ ഓരോ രീതിയിലും ഒരുക്കി വെച്ചത്. അത് ഒരു ഗൃഹസ്ഥന് തൊട്ട് ഒരു സന്യാസിക്ക് തൊട്ട് എല്ലാവർക്കും എത്താൻ പറ്റും. ഇതിന് എന്താ പറയാ, ഇത് ശങ്കരാചാര്യന്റെ ഒക്കെ ചിന്താരീതി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയില്ല, നമ്മുടെ യുക്തി ചിന്ത കൊണ്ട് പോലും ഇതൊന്നും ഒരിക്കലും എന്താ പറയാ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കും അവർക്ക് ഭ്രാന്താണ്. പക്ഷെ നമുക്ക് ഭ്രാന്തായതുകൊണ്ട് നമുക്കത് മനസ്സിലാകും. നമ്മളെക്കാട്ടിൽ ഹയർ ഇന്റലക്റ്റ് ആണ് ആ അവസ്ഥയിൽ. ആ രീതിയിൽ വരും കാലങ്ങളെ നോക്കിക്കൊണ്ട് ചെയ്ത ഈ മഹാപുരുഷന്മാർക്കൊക്കെ ഒരു പ്രത്യേകത, അവർക്ക് പ്രപഞ്ചത്തിന്റെ ആ സ്പന്ദനം അറിയും. ഇപ്പം ഒരു മനുഷ്യന്റെ ഒരു 10,000 കണക്കിന് മനുഷ്യരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവരുടെ വരാൻ പോകുന്ന ഭാവി എന്താന്നുള്ളത്. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കെല്ലാം ഉയരണം. അതൊക്കെ ഗുരുവിന്റെ കരുണയാണ്. അല്ലാതെ ശങ്കരാചാര്യനെ പേരെടുക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. ഈ കൃപ എന്ന് പറയുന്നത് കരുണയാണ്. മനുഷ്യൻ എപ്പോഴും മനുഷ്യന്റെ ഈ എന്താ പറയാ ഈ ബുദ്ധി, താരതമ്യ ബുദ്ധിയുണ്ട്, അവനൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഞാൻ ശങ്കരാചാര്യനെ ഫോളോ ചെയ്യുന്നു, ഞാൻ രമണ മഹർഷിയെ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരു കോമ്പറ്റീഷനാണ് ഗുരുക്കന്മാർ തമ്മിൽ. അപ്പൊ ഈ താരതമ്യ ബുദ്ധി കൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അതിനെ ഞാൻ പറഞ്ഞാൽ ദക്ഷിണാമൂർത്തി ഉള്ളിൽ പ്രവേശിക്കണം. അതിനിന്നും ആ കാൽപാദങ്ങൾ നമുക്ക് സാധ്യതയായി ഒരുങ്ങിയിരിപ്പുണ്ട്. ശങ്കരാചാര്യന്റെ മാർഗവും ഇതുമൊക്കെ ഏതൊരാൾക്ക്, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആധ്യാത്മികത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ശങ്കരാചാര്യർ എന്തായിരുന്നു, ശങ്കരാചാര്യന്റെ മാർഗം എങ്ങനെയായിരുന്നു കാണിച്ചതെന്ന് അറിഞ്ഞിട്ട് ഏതൊരു ഗുരുവിനെ സെലക്ട് ചെയ്താലും ഏതൊരു ആധ്യാത്മിക പാത സെലക്ട് ചെയ്താലും ഇത് അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ആവാൻ പാടുള്ളൂ. മറ്റേതെല്ലാം ശുദ്ധ നുണയാണ്, ശുദ്ധ കള്ളത്തരമാണ്. ഏത് ആധ്യാത്മികതയിൽ വേറെ എന്തൊക്കെ പറഞ്ഞാലും ഇത് മാത്രമേ സത്യമായി നിലനിൽക്കുന്നുള്ളൂ. ഈ സത്യമാർഗത്തിലെ നമ്മൾ ഫോളോ ചെയ്ത് അവിടെ എത്താൻ വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ആധ്യാത്മിക പരിശ്രമം. ശങ്കരനാണ് ഇതിൻ്റെ എല്ലാം തുടങ്ങുക. ശങ്കരൻ പറഞ്ഞതേ എല്ലാവരും പറയുന്നുള്ളൂ, ഞാൻ ഉൾപ്പെടെ. അതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടെത്താനും ഒന്നുമില്ല, പറയാനും ഒന്നുമില്ല. ഒരാൾക്ക് ആ ഗുരുവിൻ്റെ മാർഗത്തെ പൂർണ്ണമായി മനസ്സിലാക്കി ആ പ്രേമഭക്തിയുടെ അവസ്ഥയിലെത്താം, പൂർണ്ണനാവാം. ചില ആൾക്ക് യുക്തി കൂടുതലാണ്, അവർക്ക് ക്രിയയിലൂടെ എത്താം. ചില ആൾക്കാർക്ക് ഇനിയും ആ ഒരു എന്താ പറയുക കുറേ കർമ്മപ്രാരാബ്ദം അലട്ടുന്നുണ്ടെങ്കിൽ സേവനം അനുസരിച്ച് ആ രീതിയിൽ സന്യാസത്തിലൂടെ തന്നെ പോയിട്ട് അവിടെ എത്താം. ഏത് വഴിയിലാണെങ്കിലും അദ്ദേഹം അറിഞ്ഞ തലത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ശങ്കരന്റെ മാർഗം പറഞ്ഞാലോ വർണ്ണിച്ചാലോ തീരില്ല. ഇന്നും നമ്മുടെ മുന്നിൽ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുങ്ങുമ്പം അത് തെളിഞ്ഞു വരും. എപ്പോഴും പറയാറുണ്ട്, ഗുരു നിങ്ങളെ തേടിയെത്തും. ഇതേപോലെ തന്നെ നിങ്ങൾ പ്രാപ്തരാകുമ്പം ആ അവസ്ഥ നിങ്ങളിലേക്ക് തന്നെ തുടങ്ങും. ഏതൊരു ആധ്യാത്മിക സത്യത്തെ അറിഞ്ഞ ഒരാൾക്കും എൻലൈറ്റ്മെന്റിനോടൊപ്പം ഫ്രീ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ശങ്കരാചാര്യരും. അതൊരു ഫ്രീ ആണ്. നിങ്ങളെ വിളിച്ചില്ലെങ്കിലും മൂപ്പര് നിങ്ങളുടെ മുന്നിൽ ആ രീതിയിൽ മാർഗം കൊണ്ട് കഴിയും. ഇതാണ് അതിൻ്റെ. താങ്ക് യു ഗുരുജി സോ മച്ച്. ഈ ഗുരുജിയുടെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരിലും അവരുടെ ബുദ്ധി പ്രകാശിക്കട്ടെ, അവരുടെ ബുദ്ധി ഉണരട്ടെ അല്ലേ? ശരിയായ രീതിയിൽ അവർക്കത് ഉൾക്കൊള്ളാനും അത് അവർ പ്രാവർത്തികമാക്കാനും. അതുപോലെ തന്നെ കാലടി പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ആരും, എനിക്ക് തോന്നുന്നു അവിടെ ആരും സന്ദർശിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഗുരുജി പറഞ്ഞതുപോലെ അവിടെ ആര്യാമ്പ ശങ്കരാചാര്യരുടെ അമ്മയുടെ മഹാസമാധി അവിടെയുണ്ട്. അവിടെ പോയി അതൊക്കെ അവിടെ ഇരിക്കുക, അവിടെ ധ്യാനം ചെയ്യാം. അല്ലെങ്കിൽ അവിടുത്തെ ആ പ്രസൻസ് അവരുടെ ബുദ്ധിയെ ഉണർത്തുന്നു തന്നെ നമുക്ക്. താങ്ക് യു ഗുരുജി.